സോഫ്റ്റ് സ്കിൽ ഡെവലപ്മെന്റ് എന്നുള്ളത് എംപ്ലോയബിലിറ്റി സ്കിൽസ് ആണ്. ജോബ് ഡിമാൻഡ് ചെയ്യുന്ന കുറച്ച് സ്കിൽസ് ഉണ്ട്. അതായത് വളരെ കോൺഫിഡൻ്റ് ആയി ക്ലിയർ ആയിട്ട് നമുക്കൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. നമ്മളുടെ അക്കാഡമിയുടെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് സോഫ്റ്റ് സ്കിൽ ഡെവലപ്മെന്റ് അലോങ് വിത്ത് എ ലാംഗ്വേജ് ട്രെയിനിങ് ആണ്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ് ആണ് ആക്ച്വലി സോഫ്റ്റ് സ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. എനിക്ക് കിട്ടിയ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സ്റ്റുഡൻസിനെ കിട്ടി. ഫ്രം ദ പ്രിപ്പറേഷൻ ഓഫ് റെസ്യൂം അവിടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാൻ എങ്ങനെ ഒരു നല്ല സെൽഫ് ഇൻട്രൊഡക്ഷൻ ഫ്രെയിം ചെയ്യാം, എങ്ങനെ ഒരു ഇൻ്റർവ്യൂ ബോർഡിൽ അവരെ പ്രസൻറ്റ് ചെയ്യാം. ഒരു ജോലിക്ക് പോകുമ്പോൾ എല്ലാവരുടെയും കൺസേൺ ആണ് ഫസ്റ്റ് ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യുക എന്നുള്ളത്. പക്ഷേ ഇൻ്റർവ്യൂ എങ്ങനെ ക്രാക്ക് ചെയ്യും? ഇത് കുറച്ചും കൂടി ഈസി ആക്കാനും നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് ലെവൽ കൂട്ടാനും ഒക്കെ ഒരു സോഫ്റ്റ് സ്കിൽ ഡെവലപ്മെൻറ്റ് ട്രെയിനിങ് ആവശ്യമാണ് അല്ലേ? അപ്പോൾ ആരോവിങ്സ് അക്കാഡമിയിൽ സോഫ്റ്റ് സ്കിൽ ഡെവലപ്മെൻറ്റ് ട്രെയിനിങ് നൽകുന്ന ധനാമിസ് ആണ് നമ്മുടെ കൂടെ ഇന്നുള്ളത്. അപ്പോൾ ധനാമിസിനോട് തന്നെ നമുക്ക് ഈ ഒരു കാര്യം ചോദിച്ചറിയാം. ഹായ് മിസ്. ഹായ്. ആക്ച്വലി എന്താണ് ഈ സോഫ്റ്റ് സ്കിൽ ഡെവലപ്മെൻറ്റ്? സോഫ്റ്റ് സ്കിൽ ഡെവലപ്മെന്റ് എന്നുള്ളത് ആക്ച്വലി എംപ്ലോയബിലിറ്റി സ്കിൽസ് ആണ്. അതായത് നമ്മളൊരു ജോബിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നത് തുടങ്ങി ആ ഒരു ഇൻ്റർവ്യൂ ബോർഡിൽ എത്തുന്നത് വരെയുള്ള ഒരു ജേണിയാണ് ആക്ച്വലി അത്. ജോബ് ഡിമാൻഡ് ചെയ്യുന്ന കുറച്ച് സ്കിൽസ് ഉണ്ട്. അതായത് വളരെ കോൺഫിഡൻ്റ് ആയി ക്ലിയർ ആയിട്ട് നമുക്കൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം ടു ദ ഇൻ്റർവ്യൂവർ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ് ആണ് ആക്ച്വലി സോഫ്റ്റ് സ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ആക്ച്വലി നിങ്ങൾ എങ്ങനെയാണ് ഒരു സ്റ്റുഡൻറ്റിനെ ട്രെയിൻ ചെയ്തെടുക്കുന്നത് നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ? നമ്മളുടെ അക്കാഡമിയുടെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് സോഫ്റ്റ് സ്കിൽ ഡെവലപ്മെന്റ് അലോങ് വിത്ത് എ ലാംഗ്വേജ് ട്രെയിനിങ് ആണ്. അതായത് ആദ്യം നമുക്ക് ബിൽഡ് ചെയ്യേണ്ടത് ഒരു നല്ലൊരു ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആണ്. നമുക്കറിയാം ഇംഗ്ലീഷ് എന്നുള്ളത് ഇപ്പോൾ ഒരു കോമൺ മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. അതില്ലാതെ എന്തായാലും ഒരു ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. സോ ഫസ്റ്റ് നമ്മളുടെ ഒരു ട്രെയിനിങ് എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. ദെന്നാണ് നമ്മൾ ഒരു സോഫ്റ്റ് സ്കിൽ ഡെവലപ്മെൻറ്റിലേക്ക് വരുന്നത്. അതായത് ഒരു കുട്ടി നമ്മളുടെ കയ്യിലേക്ക് എത്തുമ്പോൾ നമ്മളൊന്ന് അസസ് ചെയ്യും ആളുടെ ഒരു കമ്മ്യൂണിക്കേഷൻ ലെവൽ എന്താണെന്നുള്ളത്. ആ ഒരു അസസ്മെൻറ്റിന് ശേഷം നമ്മൾ പ്ലാൻ ചെയ്യും ഏത് രീതിയിൽ ഈ കുട്ടീനെ ഡെവലപ്പ് ചെയ്യാന്നുള്ളത്. ഈ തുടക്കത്തിലെ തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ വരുന്ന ഒരു കുട്ടിയുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഈ ഒരു കാര്യം തന്നെയാണോ ഫസ്റ്റ്? അത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്? ആക്ച്വലി ക്ലാസ്സിൽ വന്നു കഴിയുമ്പോഴാണ് എനിക്കൊരു കുട്ടീനെ ആദ്യമായിട്ട് ഞാൻ പരിചയപ്പെടുന്നത്. അപ്പോൾ ഫസ്റ്റ് സെഷനിൽ തന്നെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം വാട്ട് ഈസ് ദിയർ ലെവൽ അതൊന്ന് അസസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് ലാംഗ്വേജ് ഗെയിംസ് ത്രൂ ഒക്കെ നമ്മൾ അവരുടെ ഒരു സ്കില്ല് നമ്മൾ മനസ്സിലാക്കിയെടുക്കും. അവർ ഏത് ഭാഗത്താണ് വീക്കായിട്ട് നിൽക്കുന്നത് ആ ഒരു ഭാഗം കണ്ടിട്ടാണ് നമ്മൾ അത് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നത് ഫസ്റ്റ്. ഇപ്പം ഇംഗ്ലീഷിൽ ഒരു കോൺഫിഡൻസ് ഇല്ലാത്തൊരു കുട്ടി, ഒരു മലയാളം മീഡിയം ക്ലാസ്സിൽ പഠിച്ചു വന്നൊരു കുട്ടി, ഈ ഒരു കുട്ടീനെ നിങ്ങൾക്ക് കിട്ടിക്കഴിയുമ്പം നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്തായിരിക്കും ചെയ്യുന്നത്? അവർക്ക് കൊടുക്കുന്നൊരു ട്രെയിനിങ് എന്തായിരിക്കും? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ ക്വസ്റ്റ്യൻ ഒന്ന് കറക്റ്റ് ചെയ്യാണ്. മലയാളം മീഡിയത്തിൽ നിന്ന് പഠിച്ചു വരുന്ന കുട്ടികൾ മാത്രമല്ല, ഇംഗ്ലീഷ് മീഡിയം നിന്ന് പഠിച്ചു വരുന്ന കുട്ടികൾ പോലും ലാംഗ്വേജ് ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ലെവലൊന്നുമല്ല. നമുക്കിപ്പോൾ ഒരു ക്ലാസ് റൂമിൽ ഒരു 50 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത് അറൗണ്ട് ഒരു 2 or 3 കുട്ടികൾ അത്യാവശ്യം ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ടാവും. മെജോറിറ്റി അതില്ല. സംടൈംസ് ഞാൻ സർപ്രൈസ്ഡ് ആവുന്ന ഒരു ഫാക്റ്റ്, സ്പെല്ലിങ്സ് പോലും പ്രോപ്പർ ആവാത്ത രീതിയിലുള്ള കുട്ടികൾ വരെ നമ്മളുടെ കയ്യിലേക്ക് വരും. അപ്പോൾ നമ്മളുടെ ഒരു ജേർണി എന്ന് പറഞ്ഞത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ആക്ച്വലി കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. നമുക്ക് അങ്ങനെ ഒരു കുട്ടി നമ്മളുടെ കയ്യിലേക്ക് വരുമ്പോൾ ഒരു ഇൻ്റർവ്യൂ ചേംബറിലേക്ക് അവരെ കൊണ്ടിരുത്തുന്ന ആ ഒരു സ്റ്റേജിൽ ഫുൾ ഓൺ കോൺഫിഡൻസിൽ വേണം. ആ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്ന ഒരു കാര്യം, ഫസ്റ്റ് ക്ലാസ് തൊട്ട് തന്നെ ഞാൻ ഇവരോട് ഒരു മിറർ പ്രാക്ടീസിങ് എന്നുള്ളൊരു കോണ്ടെക്സ്റ്റ് പറഞ്ഞു കൊടുക്കും. അതായത് ഇവരൊക്കെ ഒരു ഗ്രൂപ്പിൽ വരുമ്പോൾ ഭയങ്കര ഷൈ ആണ്. ഒറ്റയ്ക്ക് അവർ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ സംസാരിക്കും. ഒരു ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ ഭയങ്കര ഷൈ ആവുന്നുണ്ട്. പലപ്പോഴും ഞാൻ അവരോട് അതിൻ്റെ കാരണങ്ങൾ ചോദിക്കും. ബിക്കോസ് ദർ ആർ സർട്ടൻ ബാരിയേഴ്സ്. ആ ഒരു ബാരിയേഴ്സ് ഓഫ് സ്പീക്കിംഗ് ഉണ്ട് നമുക്ക് ആക്ച്വലി. അപ്പോൾ ഞാൻ റീസൺസ് ചോദിക്കുമ്പോൾ കൂടുതലും കേൾക്കുന്ന കാര്യം ആ ഒരു പാനിക് ആവുന്ന ഒരു കോണ്ടെക്സ്റ്റ്, ഫസ്റ്റ് ഗ്രാമർ, പിന്നെ അവർക്ക് നല്ല വൊക്കാബുലറീസ് ഇല്ല. വൊക്കാബുലറീസ് ഇൻ ദ സെൻസ് ഗുഡ് കളക്ഷൻ ഓഫ് വേർഡ്സ് അതില്ല. ദേ ലാക്ക് ഐഡിയ ജനറേഷൻ. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പം നിങ്ങൾ അവരെ എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്? നിങ്ങൾ അവരോട് എന്താ പറഞ്ഞു കൊടുക്കുക? ഇപ്പം ഫുൾ ടൈം നിങ്ങൾക്ക് ആസ് എ ഫാക്കൽറ്റി എന്ന നിലയ്ക്ക് ഇപ്പം വരുന്നൊരു 2 hours നിങ്ങൾക്ക് ക്ലാസ് കൊടുക്കാൻ പറ്റുള്ളൂ. അതല്ലാതെയും അവർ കുറച്ച് മെത്തേഡ്സോ അല്ലെങ്കിൽ ട്രെയിനിങ്സോ ഒക്കെ എടുക്കണമല്ലോ. ആ രീതിയിൽ അവർ സെൽഫായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്തായിരിക്കും? അത് നമ്മളുടെ ട്രെയിനിങ്ങിൽ നമ്മൾ ചെയ്യുന്നത് ആക്ച്വലി നമുക്ക് ഒരുപാട് ലാംഗ്വേജ് ഗെയിംസ് ഉണ്ട്. ഇത് ലാംഗ്വേജിൻ്റെ ഒരു ആസ്പെക്റ്റ് നോക്കുമ്പോഴാണ്. അതായത് ഐഡിയ ബ്രെയിൻ സ്റ്റോം ചെയ്യാൻ ഡിഫിക്കൽട്ടി ഉള്ളവർക്ക് അത് ബിൽഡ് ചെയ്യാനുള്ള ലാംഗ്വേജ് ഗെയിംസ്, വേർഡ്സ് നല്ല കളക്ഷൻസ് ഇല്ലാത്തവർക്ക് അത് ഡെവലപ്പ് ചെയ്യാനുള്ള ഗെയിംസ്, കോൺഫിഡൻസ് എൻഹാൻസ് ചെയ്യാനായിട്ടുള്ള ഗ്രൂപ്പ് ആക്ടിവിറ്റീസ്, ഡിബേറ്റ്സ്, ഗ്രൂപ്പ് ഡിസ്കഷൻസ്, അതുപോലത്തെ ആക്ടിവിറ്റീസ്. അങ്ങനെ പല രീതിയിൽ നമ്മൾ ക്ലാസ്സിൽ ഗ്രൂമിങ് നടക്കും. പക്ഷേ അതുകൊണ്ട് മാത്രം ആവുന്നില്ല. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്ന് പറയുന്നത് ത്രൂ പ്രാക്ടീസ് മാത്രമേ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അത് നമുക്കൊരു ക്ലാസ് റൂമിൽ ഇരുത്തി കുറേ ഡെഫിനിഷൻസ് കൊടുത്ത് കാണാതെ പഠിപ്പിച്ച് ചെയ്യാൻ പറ്റില്ല. സോ ദേ ഓൾസോ നീഡ് ടു വർക്ക്.
അപ്പോൾ അവർ ചെയ്യേണ്ട ഒരു വർക്ക് എന്ന് പറയുന്നത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ മിറർ പ്രാക്ടീസിംഗ് എന്നുള്ളൊരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. ആദ്യം ഞാൻ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് അവരുടെ കണ്ണിലേക്ക് തന്നെ നോക്കി സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് അവർക്ക് ബിൽഡ് ചെയ്തെടുക്കാം. അതിനാണ് നമ്മൾ മിറർ പ്രാക്ടീസിംഗ് എന്ന് പറയുന്നത്. ഞാൻ അവർക്ക് ഒരു ടോപ്പിക്ക് പ്രൊവൈഡ് ചെയ്യും, അവരോട് തന്നെ സംസാരിക്കാൻ പറയും. ഒരു മിററിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കറക്ഷൻസ് എന്നോട് നെക്സ്റ്റ് ഡേ വന്ന് ഷെയർ ചെയ്യാൻ പറയും. പിന്നെ കുറച്ച് വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കും. ആ വീഡിയോസൊക്കെ അവർ കണ്ടിട്ട് അതൊന്ന് സമ്മപ്പ് ചെയ്ത് നെക്സ്റ്റ് എന്നോട് പറയാൻ പറയും. പിന്നെ റീഡിങ് ഓഫ് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പേഴ്സ് അത് പറയും. എന്നിട്ട് അവരെന്ത് ചെയ്യും, അവർക്ക് കുറച്ച് ഡിഫിക്കൽട്ടി ആയിട്ട് എന്നാൽ അവർക്ക് കുറച്ച് ക്യൂരിയോസിറ്റി തോന്നുന്ന ചില വേർഡ്സൊക്കെ കാണും, അവരോട് അതൊന്ന് പിക്ക് ചെയ്തിട്ട് വരാൻ പറയും. എന്നിട്ട് അന്നത്തെ ദിവസം നമ്മളത് ഡിസ്കസ് ചെയ്ത് അന്നത്തെ കമ്മ്യൂണിക്കേഷനിൽ കൂടുതൽ നമ്മൾ എന്ത് ചെയ്യും, ആ വേർഡ്സ് തന്നെ നമ്മൾ കൊണ്ടുവരും. അങ്ങനെ നമ്മൾ ഇൻവൈബ് ചെയ്തെടുക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, അത് ലൈഫിൽ നമ്മൾ മറക്കില്ല. നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ നമുക്കത് ഭയങ്കര യൂസ്ഫുൾ ആവും. ഈ മൂവീസൊക്കെ എത്രത്തോളം ഹെൽപ്പ് ചെയ്യും? നമ്മളോട് കുറേ പേര് പറയും ഇംഗ്ലീഷ് മൂവീസൊക്കെ കുറേ കണ്ടാൽ മതി, നിങ്ങൾക്ക് നല്ല ലാംഗ്വേജ് സ്കില്ലുണ്ടാവും, അങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അത് ശരിക്കും ആക്ച്വലി ഒരു മിത്താണോ? നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുമോ? കാരണം നമ്മൾ സംസാരിക്കുന്നില്ലല്ലോ, നമ്മൾ ഈ മൂവീസ് ജസ്റ്റ് കാണുന്നു മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എങ്ങനെ അത് ഡെവലപ്പാക്കി എടുക്കാൻ പറ്റുക? ഇംഗ്ലീഷ് മൂവീസ് കാണുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഒരു ആസ് എ ബിഗിനർ ആദ്യം നമുക്കൊന്നും മനസ്സിലാവില്ല. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ മലയാളം സബ് ടൈറ്റിൽ വെക്കും. അതൊരിക്കലും ചെയ്തു. ഓക്കെ, നമ്മൾക്ക് ഡെവലപ്പ് ചെയ്യേണ്ടത് ഇംഗ്ലീഷ് അല്ലേ, അപ്പം സബ് ടൈറ്റിൽസ് ഇട്ട് കാണാൻ പറ്റും. ഓക്കെ, അവരെന്ത് ചെയ്യും, അവിടെ ആ സബ് ടൈറ്റിൽസ് ഇട്ട് അവർ കാണുമ്പോൾ അവർക്ക് അവിടെ ഒരു പാസീവായിട്ട് മറ്റൊരു ആക്ടിവിറ്റി കൂടെ നടക്കുന്നുണ്ട്, റീഡിങ്. അതവിടെ എൻഹാൻസ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ അവരത് മനസ്സിലാക്കി ഗ്രാജുവലി സിമിലർ മൂവി തന്നെ ഞാൻ അവരോട് സജസ്റ്റ് ചെയ്യും, നിങ്ങൾ വിത്തൗട്ട് സബ് ടൈറ്റിൽസ് കാണും. കാരണം ഒരു ലാംഗ്വേജ് നമ്മൾ ലേൺ ചെയ്യുന്നതിൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജ് എന്ന് പറയുന്നത് ലിസ്ണിംഗ് ആണ്. ആ ലിസ്ണിംഗ് പ്രോപ്പർ ആവുന്നിടത്താണ് ആ സ്പീക്കിങ്ങിൻ്റെ ഒരു ഫ്ലുവൻസി അല്ലെങ്കിൽ ആക്യുറസി നമുക്ക് ഗെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ മൂവീസ് കാണുന്ന ഒരു ഹാബിറ്റ് നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ വളരെ എഫക്റ്റീവ് ആണ് ആക്ച്വലി. ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് പഠിച്ചിറങ്ങി അവരൊരു ജോലി നോക്കുന്ന സമയത്ത് ഈ സോഫ്റ്റ് സ്കിൽ ഡെവലപ്മെൻറ്റ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആവുന്നുണ്ട്? ഈ സോഫ്റ്റ് സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു പ്രസക്തി കാരണം തന്നെയാണ് ഇന്നിപ്പോൾ മെജോറിറ്റി ഓഫ് ദ എഡ്യൂക്കേഷണൽ കോഴ്സസിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ ഒരു ട്രെയിനിങ് സെഷൻ കൂടെ കൊടുക്കുന്നത്. അതായത് വൺസ് ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് ദ കോഴ്സ് അവർ സബ്ജക്റ്റിൽ ഇനഫ് നോളജ് നേടും. ബട്ട് ടു പ്രസൻറ്റ് ദിസ് അവർക്ക് കുറച്ച് സ്കിൽസ് വേണം. ബിക്കോസ് ഇഫക്റ്റീവ് ആൻഡ് എഫിഷ്യൻ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും വാട്ട് ദേ ഹാവ് സ്റ്റഡീഡ് ഇൻ ദെയർ ക്ലാസ്സസ്. അതാണ് നമ്മളവിടെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നത്. വൺസ് എ സ്റ്റുഡൻറ്റ് ഇൻ ടു ദ ജോബ് മാർക്കറ്റ്, വാട്ട് ആക്ച്വലി ദേ ആർ ഗോയിങ് ടു ഡു ഇസ് കമോഡിഫൈങ് ദെയർ സ്കിൽസ്. അവരവിടെ കമോഡിഫൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ കമോഡിഫൈ ചെയ്യണമെങ്കിൽ അവർ പലതും പോളിഷ് ചെയ്തെടുക്കണം. ഫ്രം ദ പ്രിപ്പറേഷൻ ഓഫ് റെസ്യൂം അവിടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം. അത് തുടങ്ങി എങ്ങനെ ഒരു നല്ല സെൽഫ് ഇൻട്രൊഡക്ഷൻ ഫ്രെയിം ചെയ്യാം, എങ്ങനെ ഒരു ഇൻ്റർവ്യൂ ബോർഡിൽ അവരെ പ്രസൻറ്റ് ചെയ്യാം, അതിനുള്ള ഗ്രൂമിങ്, വേ ഓഫ് ഡ്രസ്സിങ്, എവ്രിതിങ്, അതിൻ്റെ ഗ്രൂമിങ് എങ്ങനെ റെഡിയാക്കി എടുക്കാം, എങ്ങനെ അവർക്ക് ഓരോ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാം, ആൻസർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെ സ്ട്രോങ് ആക്കാം, അങ്ങനെ ഒരുപാട് കോണ്ടെക്സ്റ്റ് ഉണ്ട്. അതിന് ശരിക്കും പറഞ്ഞാൽ കറക്റ്റായിട്ടുള്ള ഒരു ട്രെയിനിങ് അത്യാവശ്യമാണ്. നമുക്ക് ആൻസർ ചെയ്യാം, ദാറ്റ് ഈസ് വെരി ഈസി ഫോർ അസ്. പക്ഷേങ്കിൽ മേക്കിംഗ് അവർ ആൻസേഴ്സ് വെരി സ്ട്രോങ്, അതാണ് നമ്മൾ മാറ്റർ ചെയ്യുന്നത്. സോ അത് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി ദേ ഹാവ് ടു ഗെറ്റ് എ ട്രെയിനിങ്. അതാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ആക്ച്വലി. ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് ഒട്ടും പ്രിപ്പയർഡ് അല്ല ഒരു ഇൻ്റർവ്യൂവിന്, പക്ഷേ അവർക്ക് ഇനി കുറച്ച് ദിവസമേ മുന്നിലുള്ളൂ. ക്ലാസ്സിലാണെങ്കിലും നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കുന്നുള്ളത് നമുക്കറിയാം. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പം നിങ്ങൾ ഏതൊരു രീതിയിലാണ്, അതിൻ്റെ ഒരു സ്റ്റെപ്സ് ഉണ്ടാവുമല്ലോ, അതെങ്ങനെയാണ് നിങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നത്? അതെങ്ങനെ നിങ്ങൾ ആ കുട്ടികളെ പ്രിപ്പയർ ചെയ്തെടുപ്പിക്കുന്ന ഏതൊരു രീതിയിലായിരിക്കും? കുറച്ച് ദിവസമേ നിങ്ങളുടെ മുന്നിലുള്ളൂ, അതായത് ഇപ്പം 2 days കഴിയുമ്പം ഇൻ്റർവ്യൂ ആണ്, പക്ഷേ ആ കുട്ടിക്ക് ഒന്നും അറിയില്ല. അങ്ങനെ വരുന്ന ഒരു കുട്ടീനെ നിങ്ങൾ എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കും? പലപ്പോഴും ഇങ്ങനെ ഒരു കോണ്ടെക്സ്റ്റ് നമ്മൾ ഫേസ് ചെയ്യാറുണ്ട്. ബിക്കോസ് ഓഫ് പേഴ്സണൽ ഇഷ്യൂസ് ചിലപ്പോൾ ക്ലാസ്സസ് ഒക്കെ പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിലുള്ള കുട്ടികൾ ഉണ്ടാവും, നമുക്കറിയാം. സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഇൻ്റർവ്യൂസിൽ നമ്മൾ മെയിൻലി എക്സ്പെക്റ്റ് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ബിക്കോസ് അത് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ അതിൻ്റെ ബേസിസിൽ അവരെ ഒന്ന് ഗ്രൂം ചെയ്യും, വാട്ട് ആർ ദ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് എന്നുള്ള ഒരു ബേസിസിൽ ഗ്രൂം ചെയ്ത് മാക്സിമം നമ്പർ ഓഫ് മോക്ക് ഇൻ്റർവ്യൂസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യും. ഈ ഗ്രൂമിങ് എത്ര പ്രൊഡക്റ്റീവായിട്ടാണ് അവർ പ്രസൻറ്റ് ചെയ്യുന്നതെന്നറിയാം. അപ്പോൾ മാക്സിമം നമ്പർ ഓഫ് മോക്ക് ഇൻ്റർവ്യൂസും കൂടെ കിട്ടിക്കഴിയുമ്പോൾ അവരൊന്ന് കോൺഫിഡൻ്റ് ആവും. ആ കോൺഫിഡൻസിൽ തന്നെ അവർക്ക് ഈസി ആയിട്ട് ആ ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റിന് ഒരു ഇൻ്റർവ്യൂ ചെയ്ത് പരിചയം ഉണ്ടാവത്തില്ല, അവരുടെ ഫസ്റ്റ് ടൈം ആയിരിക്കും. അപ്പോൾ അവർ മെയിൻലി നമ്മുടെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യുന്നത് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക, ഏത് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഫസ്റ്റ് ചോദിക്കുക, അങ്ങനത്തെയുള്ള കുറേ കൺസേൺസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ, ചോദിക്കുമെന്ന് ഏകദേശം ഉറപ്പുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, അതെന്തൊക്കെയായിരിക്കും? ചോദിക്കുന്ന ഉറപ്പുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഓരോ സ്ട്രീമിൻ്റെയും ലെവൽ ഓഫ് ആസ്കിങ് ക്വസ്റ്റ്യൻസ് ഡിഫറെൻ്റ് ആണ്. അതായത് ഡിപ്പാർട്ട്മെൻറ്റ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ക്വസ്റ്റ്യൻസ് മാറും.
അപ്പോൾ ഒരു പെർട്ടിക്കുലർ കാറ്റഗറി ആയിട്ട് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്തായാലും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. പിന്നെ വരുന്നത് നമുക്ക് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ചോദിക്കും. പിന്നെ അതായത് നമ്മൾ ആ റോളിൽ, അതായത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന റോളിൽ അവരുടെ ഒരു സ്ട്രെങ്ത് എങ്ങനെ അവരെ ഹൈലൈറ്റ് ചെയ്യാൻ പറ്റും, ആ ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാം നമുക്ക്. അതൊക്കെയാണ് ഒരു കോമൺലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. പിന്നെ പ്യുവർലി അക്കോർഡിംഗ് ടു ദ പ്രൊഫഷൻ ദേ ആർ ഗെറ്റിംഗ് ഇൻ ടു ഇറ്റ്, അതിൻ്റെ ബേസിസിലാണ് നമുക്കത് പറയാൻ പറ്റുള്ളൂ. ശരിക്കും ഈ ഇൻ്റർവ്യൂസിലൊക്കെ നമ്മളിങ്ങനെ പറയുമ്പം നമ്മുടെ പേര് തൊട്ട് നമ്മുടെ വീട്ടിലെ അഡ്രസ്സ് വരെ പറയുന്ന ഒരു രീതിയുണ്ട്. അങ്ങനെ ഒരു രീതിയുടെ ആവശ്യമുണ്ടോ ആക്ച്വലി? ശരിക്കും നമ്മളുടെ സ്റ്റുഡൻസും കാൻഡിഡേറ്റ്സ് ഒക്കെ കുറച്ച് പ്രിജുഡിസ്ഡ് ആണ്. ഈ സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് കുറച്ച് ഫാൻസി ആക്കുക. ബിക്കോസ് ബൈ ഹാർട്ട് ചെയ്ത് കുറച്ച് നല്ല വേർഡ്സ് ഒക്കെ ബൈ ഹാർട്ട് ചെയ്ത് അത് ഇൻ്റർവ്യൂ ബോർഡിൻ്റെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഐ ഗെറ്റ് എ ഗുഡ് ഇംപ്രഷൻ എന്നുള്ളൊരു ഫീലിങ്ങിൽ കുറേ സ്റ്റുഡൻസ് അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സ് വന്നിരിക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ വെറും പ്രിജുഡിസ് ആണ്, ആക്ച്വലി വെറും മുൻവിധികളാണ്. ശരിക്കും ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ വി ഹാവ് ടു മേക്ക് ഇറ്റ് ക്രിസ്പ് ആൻഡ് ക്ലിയർ, മേക്ക് ഇറ്റ് വെരി ബ്രീഫ്, വളരെ ഷോർട്ടാക്കുക. നമ്മളുടെ പേര്, നമ്മളുടെ പ്ലേസ്, നമ്മളുടെ എഡ്യൂക്കേഷൻ, എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യാം. പിന്നെ നമുക്ക് നമ്മളുടെ പ്രൊഫഷൻ ത്രൂ അച്ചീവ് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഗോൾ ഉണ്ടാവും, അതും വളരെ ഷോർട്ടായിട്ട് നമുക്ക് ഷെയർ ചെയ്യാം. അത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ അവിടെയും നമ്മൾ എക്സ്പ്രസ് ചെയ്യേണ്ടത് ആ ഫീലാണ്. ബിക്കോസ് നമ്മൾ കുറേ ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ അച്ചീവ് ചെയ്ത കാര്യങ്ങളാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. ആ ഒരു വാംത്ത് നമുക്ക് ഇൻ്റർവ്യൂവറിലേക്ക് കൊടുക്കാൻ പറ്റണം. അല്ലാതെ ഫില്ലിംഗ് വിത്ത് എ സെറ്റ് ഓഫ് വൊക്കാബുലറി ഒന്നും അല്ല ഒരു നല്ല സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. എപ്പോഴും മേക്ക് ഇറ്റ് വെരി ഷോർട്ട്. ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഫ്രണ്ട് സർക്കിളിലൊക്കെ ഇരിക്കുകയാണെങ്കിലും അവർ നല്ല രീതിയിൽ ആക്റ്റീവ് ആയിരിക്കും, നന്നായിട്ട് സംസാരിക്കും, മേ ബി ഇംഗ്ലീഷ് തന്നെ സംസാരിക്കുമായിരിക്കും. പക്ഷേ ഈ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഒരു ടൈമിലോട്ട് വരുമ്പോഴേക്കും ഭയങ്കര ഫിയർ ആയിരിക്കും അവർക്ക്. അത് നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും? ഇൻ്റർവ്യൂ ഫിയറിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇവർക്ക് എക്സ്പോഷേഴ്സ് കിട്ടുന്നില്ല. ഓക്കെ, ഇപ്പം ഞാനൊക്കെ പഠിച്ചിരുന്ന ഒരു സമയത്ത് കുറേ പ്രസൻറ്റേഷൻസ്, നമ്മൾ കുറേ സെമിനാർസ് ഒക്കെ പ്രസൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പം നമുക്ക് അവിടുന്ന് തന്നെ ആ ഒരു കോൺഫിഡൻസ് ഒക്കെ കിട്ടുന്നുണ്ട്, ഇപ്പോഴും ഉണ്ട്. എന്നിരുന്നാൽ പോലും കുട്ടികൾക്ക് അതൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ ഒരു എക്സ്പോഷർ അല്ലെങ്കിൽ അവർക്കൊരു പ്ലാറ്റ്ഫോം ടു സ്പീക്ക് കിട്ടുന്നില്ല. അതിൻ്റെ ഒരു പ്രോബ്ലമാണ് ഇതൊക്കെ. അതിനാണ് നമ്മൾ ക്ലാസ് റൂമിൽ ഫൺ ആക്ടിവിറ്റീസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത്. നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ഇതൊക്കെ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് മാത്രമല്ല, കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനും കൂടിയാണ്, ഐ കോണ്ടാക്റ്റ് ബിൽഡ് ചെയ്യാനും കൂടിയാണ്. അപ്പോൾ ഈ ഗ്രൂപ്പിൽ അങ്ങനെ നമ്മൾ ആക്ടിവിറ്റീസ് കൊടുക്കുമ്പോൾ ആദ്യം 1-2 തവണയൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ടി ആയിരിക്കും. ബട്ട് ആഫ്റ്റർ ദാറ്റ് ആഫ്റ്റർ 2 or 3 സെഷൻസ് നമുക്ക് കാണാൻ പറ്റും അവർ തന്നെ അതിന് ഇൻട്രസ്റ്റ് എടുക്കുന്നത്. എസ്പെഷ്യലി ഡിബേറ്റ്സ് ആണ്. ഞാൻ ഡിബേറ്റ്സ് ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പേഴ്സണാണ്. ബിക്കോസ് അവിടെ അവർക്ക് ആ ഒരു വാംത്ത്, ഡിബേറ്റ്സിനൊരു ഫയർ ഉണ്ട്. ആ ഒരു വാംത്ത് കിട്ടിക്കഴിയുമ്പോൾ അവർ തന്നെ വില്ലിംഗ് ആയിട്ട് സംസാരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ആ രീതിയിലാണോ ഇപ്പോൾ ആരോ വിങ്സിലാണെങ്കിലും ട്രെയിൻ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ബിക്കോസ് നമ്മൾ ഒരു ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ക്ലാസ് റൂമാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അതായത് ലെക്ചേഴ്സ് എടുത്തിട്ട് കാര്യമില്ലല്ലോ കമ്മ്യൂണിക്കേഷൻ ആക്ച്വലി. ബിക്കോസ് ഒരു സ്റ്റുഡൻറ് സെൻറ്റേഡ് ക്ലാസ് റൂം ക്രിയേറ്റ് ചെയ്ത് ഒരു ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് റൂമാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ക്ലിയർ കമ്മ്യൂണിക്കേഷനൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഒരാൾ ഇൻ്റർവ്യൂവിന് പോവാണ്, അപ്പോൾ എങ്ങനെ പോകണം? ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഒരു കാൻഡിഡേറ്റ് അവർ വെയർ ചെയ്യുന്ന ഡ്രസ്സ് തുടങ്ങി യൂസ് ചെയ്യുന്ന വാച്ച് വരെ കാര്യം ഇരിക്കുന്നുണ്ട്. ബിക്കോസ് ഒരു ഇൻ്റർവ്യൂവിൽ അവരെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ പ്രസൻറ്റബിലിറ്റി എന്നുള്ളൊരു ഫാക്ടർ വളരെ വലുതാണ്. അപ്പോൾ ക്ലാസ് റൂംസിൽ പലപ്പോഴും ഗ്രൂമിങ് സെഷൻസ് വരുമ്പോൾ കാൻഡിഡേറ്റ്സ് ആർ ലൈക്ക് ഐ ഹാവ് ടു സ്പെൻഡ് എ ലോട്ട്, കുറേ ബ്രാൻഡഡ് ക്ലോത്ത്സ് മേടിക്കണം, അങ്ങനെ എന്നെ പ്രസൻറ്റബിൾ ആക്കാമെന്ന് വിചാരിക്കും. ബ്രാൻഡഡ് ക്ലോത്തിങ്ങിലൊന്നും ഒരു കാര്യമില്ല. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വളരെ നീറ്റായിട്ട് നമ്മളുടെ അറ്റയർ നമ്മൾ പ്രസൻറ്റ് ചെയ്യുക. ഒരു ഫോർമൽ വേ ഓഫ് ഡ്രസ്സിങ് ചൂസ് ചെയ്യുക. നമ്മൾ യൂസ് ചെയ്യുന്ന ഷൂസ്, നമ്മൾ വെയർ ചെയ്യുന്ന ഡ്രസ്സ്, അതൊരു പക്ക ഫോർമൽ വേയിൽ തന്നെ പോവുക. ഇപ്പം നമ്മളൊരു വാച്ച് ഇടുകയാണ്, പലപ്പോഴും അതിലൊക്കെ കൺസേൺ ഇല്ല. പക്ഷേങ്കിൽ അവിടെയും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, നമ്മൾ വാച്ച് ഇടുമ്പോൾ അതിൽ ടൈമും ഡേറ്റും കറക്റ്റ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അതുപോലെ ഫോക്കസ് ചെയ്യുന്ന ഇൻ്റർവ്യൂവേഴ്സ് ഉണ്ട്. എന്തിനാണെന്നറിയോ? കാരണം എത്രമാത്രം ഇവർ ഇതിലേക്ക് ഇൻറ്റുവാന്ന് അറിയണം, എത്ര ഡെപ്തിലേക്ക് അവർ ഈ ഇൻ്റർവ്യൂവിനെ എടുത്തിട്ടുണ്ടെന്ന് അറിയണം. ഇനി നമ്മളൊരു ഫയല് ക്യാരി ചെയ്യുന്നുണ്ട്. ആ ഫയല് ക്യാരി ചെയ്യുമ്പോൾ അതിൽ നമ്മൾ സർട്ടിഫിക്കറ്റ്സ് അല്ലെങ്കിൽ പേപ്പേഴ്സ് അറേഞ്ച് ചെയ്യുന്നതിനൊരു ഓർഡർ ഉണ്ട്. അത് നമ്മൾ കീപ്പ് ചെയ്യണം. അങ്ങനെ A to Z കാര്യങ്ങൾ നമ്മൾ കീപ്പ് ചെയ്ത് തന്നെ നമ്മളവിടെ പ്രസൻറ്റ് ചെയ്യണം. അപ്പോഴാണ് ഈ പ്രസൻറ്റബിലിറ്റി എന്നുള്ളൊരു ഫാക്ടർ കംപ്ലീറ്റ് ആവുന്നുള്ളൂ. ആക്ച്വലി മിസ് എങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലോട്ട് എത്തിയത്? ലാംഗ്വേജ് ട്രെയിനറാണെന്ന് പറഞ്ഞു പല ക്ലാസ്സസിലും കയറി ചെല്ലുമ്പോൾ എല്ലാവരുടെയും, സ്റ്റുഡൻസിൻ്റെ ആണെങ്കിൽ എല്ലാവരുടെയും ഒരു പേഴ്സ്പെക്റ്റീവ് ഈ ഒരു CBSE സ്കൂളിലൊക്കെ പഠിച്ച് ഇംഗ്ലീഷിൻ്റെ ഒരു ഭയങ്കര ബാക്ക്ഗ്രൗണ്ടൊക്കെ കിട്ടി അങ്ങനെ ഇങ്ങനെ എത്തി എന്നുള്ളതാണ്. പക്ഷേ ടു ബി ഓണസ്റ്റ്, ഞാനൊരു മലയാളം മീഡിയം കോൺവെൻറ്റ് സ്കൂളിൽ പഠിച്ച ഒരു വ്യക്തിയാണ്.
പക്ഷെ അവിടെയും എനിക്ക് ലാംഗ്വേജിനോട് കുറച്ചൊരു ഇഷ്ടമുണ്ടായിരുന്നു. ബിക്കോസ് നന്നായിട്ട് മാർക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അത് ഫസ്റ്റ് ഒരു ഫാക്ടറായിരുന്നു. പിന്നെ വായിക്കാൻ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ചെറിയ ക്ലാസ്സസിൽ കിട്ടിയ ഇംഗ്ലീഷ് ടീച്ചേഴ്സൊക്കെ ഈ വായിക്കുന്ന കാര്യം പറയുമ്പോൾ നന്നായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യായിരുന്നു. ആ ഒരു ബുക്സൊക്കെ തരുമായിരുന്നു. അങ്ങനെ ചെറിയ ബുക്സ് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വലിയ വലിയ ബുക്സൊക്കെ വായിച്ചു തുടങ്ങി. കുറച്ച് എനിക്ക് മൂവി കാണുന്ന ഒരു ഹാബിറ്റിനൊക്കെ കൂടുതൽ റീഡിംഗ് ആയിരുന്നു. അതെന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹയർ സ്റ്റഡീസിലേക്ക് വന്നപ്പോഴും എനിക്ക് ഇംഗ്ലീഷ് തന്നെ മെയിൻ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെ ഹയർ സ്റ്റഡീസ് എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷനും ഞാൻ ഇംഗ്ലീഷ് തന്നെ എടുത്തു. പിന്നെ ഇംഗ്ലീഷ് ടീച്ചിങ് ഞാൻ ട്രെയിനിങ്ങിലേക്ക് ഇറങ്ങി. അപ്പോൾ ആ ഒരു ജേർണി എന്ന് പറയുന്നത് വളരെ രസമായിരുന്നു. ബിക്കോസ് ഈ ഒരു ഫീൽഡ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. പല ടൈപ്പ് ഓഫ് ആൾക്കാരെ കാണാൻ പറ്റും. എൻ്റെ ഒരു ലൈഫിൽ ഞാൻ 68 ഇയേഴ്സ് ഉള്ള ആൾക്കാരെ വരെ പഠിപ്പിച്ചിട്ടുണ്ട്. ബിക്കോസ് എല്ലാവർക്കും ഈ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളെ വന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ അവരുടെ ആ ക്യൂരിയോസിറ്റി കാണുമ്പോൾ, ആ ഒരു ഇൻട്രസ്റ്റ് കാണുമ്പോൾ ശരിക്കും നമുക്കും ഒരു സെൽഫ് ലേണിംഗ് അവിടെ കിട്ടുന്നുണ്ട്. നമുക്കും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്ക് കിട്ടിയ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സ്റ്റുഡൻസിനെ കിട്ടി. അപ്പോൾ അവരുടെ ഒരു ഡെവലപ്മെൻറ്റ് കാണുമ്പോൾ, ആ ഗ്രോത്തൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ആക്ച്വലി. ഇപ്പം ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് മാത്രമല്ലല്ലോ, അപ്പം മാമിൻ്റെ മലയാളത്തിലുള്ള ഒരു പ്രാവീണ്യം എങ്ങനെയാണ്? നല്ല രീതിയിൽ തന്നെ മലയാളം കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട്. കാര്യം ഇംഗ്ലീഷ് എന്നുള്ളതൊരു ഇൻ്റർനാഷണൽ ലാംഗ്വേജ് ആണ്, ഗ്ലോബൽ ലാംഗ്വേജ് ആണ്. നമുക്ക് ഇപ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എടുത്തോ, നമ്മുടെ 10th കഴിഞ്ഞാൽ നമ്മളുടെ മോഡ് ഓഫ് എഡ്യൂക്കേഷൻ ഇസ് ഫുള്ളി ഇൻ ടു ഇംഗ്ലീഷാണ്, നമുക്കറിയാം. അപ്പം ഇംഗ്ലീഷ് എന്നുള്ളത് ഒരു കൺസേൺ തന്നെയാണ് നമ്മളുടെ. അതില്ലാതെ ഒരു ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യണമെങ്കിലും ഒന്നിനും തന്നെ പറ്റത്തില്ല. എന്നിരുന്നാലും മാതൃഭാഷ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആക്ച്വലി. ഇൻ്റർവ്യൂ ട്രെയിനിങ് എന്ന് പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ആണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഡെവലപ്പ് ചെയ്ത് എടുക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ് ധനാമിസ് നമുക്ക് പറഞ്ഞു തന്നത്. അപ്പം നല്ലൊരു പോഡ്കാസ്റ്റ് ആയിരുന്നു അല്ലേ മിസ്? വളരെ നന്നായിരുന്നു. ഓക്കെ, ഇതുപോലെ ഇൻ്റർവ്യൂ ടിപ്സും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അരോവിങ്സ് അക്കാഡമിയിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്